ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന 2023 നടന്ന ടൈപ്പിസ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാൻ പോകുന്നത്. 2015 ഒരു സെറ്റ് വീഡിയോ 100 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പോയി വീഡിയോ കാണുക, സെർച്ച് ചെയ്തിട്ട് കാണുക. ഇത് രണ്ടാമത്തെ സെറ്റാണ്. 2023 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഇന്നുകൊണ്ട് തീരും. 100 ക്വസ്റ്റ്യൻസ് ഇന്നുകൊണ്ട് തീരും. അപ്പം സൺഡേ ക്ലാസ് വീഡിയോ ആയിട്ട് ഇടാറില്ല. സൺഡേ നമുക്ക് ടെലഗ്രാമിൽ ചെറിയൊരു എക്സാം പോലെ ഇടാറുണ്ട്. പിന്നെ ഇനി തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാകുള്ളൂ. അപ്പം വീക്കെൻഡിൽ ഇന്ന് പഠിപ്പിച്ച വീഡിയോസിൽ ഈ ആഴ്ച പഠിപ്പിച്ച വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നാളെ ഇടാൻ പോകുന്നത്. നമ്മളിടുന്ന നോട്ട്സും PDF നോട്ട്സും അല്ലാത്തുള്ള നോട്ട്സും കൂടെ ടെലഗ്രാമിൽ ഇടുന്ന നോട്ട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് ടെലഗ്രാമിൽ എക്സാം നടത്താൻ പോകുന്നത്. അപ്പം അതേപോലെ LD ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ എക്സാം എഴുതുന്നവർക്ക് ഈ വീഡിയോ കണ്ട് പഠിക്കാവുന്നതാണ്. സിലബസൊക്കെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സെയിം തന്നെയായിരിക്കും. ഒറ്റ എക്സാം ആയിരിക്കും. ഇതിനെല്ലാം കോമൺ ആയിട്ട് ഒറ്റ എക്സാം ആയിരിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് എക്സാം എഴുതുന്നവർക്ക് മലയാളം ഒഴികെയുള്ള ബാക്കിയെല്ലാം ഈ വീഡിയോ ഇടുന്നത് കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഷോർട്ട് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് പോകാവുന്ന രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ പഠിച്ചു തീർക്കുക. അപ്പം 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പെന്നിവൈസ് ഫൗണ്ട് ഫൂളിഷ്. പെന്നിവൈസ് ഫൗണ്ട് ഫൂളിഷ്. ഇതിന് അനുയോജ്യമായ മലയാള ചൊല്ല് ഏതാണ് എന്ന് നോക്കാനാണ്. ഓപ്ഷൻ എ, ആന ചോരുന്നതറിയില്ല, പേൻ ചോരുന്നതറിയും. ഓപ്ഷൻ ബി, അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഓപ്ഷൻ സി, അൽപ്പന് അർത്ഥമുണ്ടായാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും. ഓപ്ഷൻ ഡി, ഉപ്പു തിന്നുന്നവൻ വെള്ളം കുടിക്കും. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഈ ആദ്യത്തെ സെൻറ്റൻസ്, ഇംഗ്ലീഷ് സെൻറ്റൻസിന് അനുയോജ്യമായത് ഏതാണ് ചൊല്ലുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. പെന്നിവൈസ് ഫൗണ്ട് ഫൂളിഷ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കിട്ടും. അതായത് ഇപ്പോൾ ഒരു പൈസ ചിലവാക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ പൈസ പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും, പക്ഷേ വലിയ പൈസ ചിലവാക്കുമ്പോൾ അത് ലാവിഷാക്കുകയും ചെയ്യുന്ന ആ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മീനിങ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പഴഞ്ചൊല്ല് അനുയോജ്യമായത് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ആന ചോരുന്നതറിയില്ല, പേൻ ചോരുന്നതറിയുന്നു. അതായത് പേൻ എന്ന് പറഞ്ഞാൽ ചെറിയ ജീവി, അത് ചോരുന്നത് അറിയും, പക്ഷേ ആനയോളം വലിപ്പമുള്ളത് ചോരുന്നത് അറിയില്ല. അതാണ് അതിനൊരു മീനിങ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള യോജിക്കുന്നത് ഓപ്ഷൻ എ. 92ാമത്തെ ക്വസ്റ്റ്യൻ. കലാനൈപുണ്യം എന്ന സമസ്തപദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്. കലാനൈപുണ്യം എന്ന സമസ്തപദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്. ഓപ്ഷൻ എ, കലയുടെ നൈപുണ്യം. ഓപ്ഷൻ ബി, കലയും നൈപുണ്യവും. ഓപ്ഷൻ സി, കലയാലുള്ള നൈപുണ്യം. ഓപ്ഷൻ ഡി, കലകളിൽ ഉള്ള നൈപുണ്യം. ഇപ്പം സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണെന്ന് തോന്നും. എൻ്റെ ആൻസർ വരുന്നത് കലയും നൈപുണ്യം എന്നുള്ള ആൻസർ. പക്ഷേ എൻ്റെ ആൻസർ അതല്ല, ഓപ്ഷൻ ഡി ആണ്, കലകളിൽ ഉള്ള നൈപുണ്യം. 93ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ പദം എഴുതുക. മധ്യാഹ്നം. ഓപ്ഷൻ ബി, മധ്യാഹ്നം. ഓപ്ഷൻ സി, മധ്യാഹ്നം. ഓപ്ഷൻ ഡി, മധ്യാഹ്നം. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മധ്യാഹ്നം. ഹായാണ് വരുന്നത്. ഹായും ഞായും കൂടെ ചേർന്നാണ് മധ്യാഹ്നം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ തെറ്റാണ്, ഇന്ന വരില്ല. പിന്നെ ഓപ്ഷൻ ബിയും ഈ ഒരു ദായാണ് അല്ല വരുന്നത്. അതേപോലെ ഓപ്ഷൻ ഡി വരുന്നത് തായാണ്, തായും വരില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ സി, മധ്യാഹ്നം എന്നാണ് വരിക. 94ാമത്തെ ക്വസ്റ്റ്യൻ. ആർപ്പു വിളിക്കുവിൻ ഉണ്ണികളെ, എലക്കടലെ മേന്മേൽ കുരവയിടു കൊച്ചരുവികളെ, ചെറുകന്യകളെ. നല്ലതിഥി നമുക്കിനിയാരിതുപോലെ. തന്നിരിക്കുന്ന വരികളിൽ അടിവരയിട്ട പദത്തിൽ വരുന്ന സന്ധി.
അടിവരയിട്ടത് മേന്മേൽ എന്നാണ് അടിവരയിട്ട വാക്ക്. അതിൻ്റെ സന്ധി ഏതാണെന്ന്. ഓപ്ഷൻ എ ആഗമസന്ധി, ഓപ്ഷൻ ബി ആദേശസന്ധി, ഓപ്ഷൻ സി ദ്വിത്വസന്ധി, ഓപ്ഷൻ ഡി ലോഭസന്ധി. ഇതിലെന്തായാലും ലോപിക്കുന്നൊന്നുമില്ല, അതേപോലെ തന്നെ ആഗമനം വരുന്നില്ല, പിന്നെ ഇരട്ടിക്കുന്നതുമില്ല. അപ്പോൾ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആദേശസന്ധിയാണ് വരുന്നത്. 95-ാമത്തെ ക്വസ്റ്റ്യൻ. വന്നാൻ എന്ന ശബ്ദത്തിലെ ആൻ പ്രത്യയം ഏത് ലിംഗശബ്ദത്തെ കുറിക്കുന്നു? വന്നാൻ എന്ന ശബ്ദത്തിലെ ആൻ പ്രത്യയം ഏത് ലിംഗശബ്ദത്തെ കുറിക്കുന്നു? ഓപ്ഷൻ എ പുല്ലിംഗം, ഓപ്ഷൻ ബി സ്ത്രീലിംഗം, ഓപ്ഷൻ സി പൂജകലിംഗം, ഓപ്ഷൻ ഡി നപുംസകലിംഗം. ഇതിൻ്റെ ആൻസർ വരുന്നത് പുല്ലിംഗം, ഓപ്ഷൻ എ പുല്ലിംഗം. 96-ാമത്തെ ക്വസ്റ്റ്യൻ. ആശം എന്ന ഒറ്റപ്പദത്തിന് അനുയോജ്യമായ ആശയം. ആശം എന്ന ഒറ്റപ്പദത്തിന് അനുയോജ്യമായ ആശയം. ഓപ്ഷൻ എ മനുഷ്യനെ സംബന്ധിച്ചത്, ഓപ്ഷൻ ബി ഋഷിയെ സംബന്ധിച്ചത്, ഓപ്ഷൻ സി പുഷ്പത്തെ സംബന്ധിച്ചത്, ഓപ്ഷൻ ഡി ഹർഷത്തെ സംബന്ധിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഋഷിയെ സംബന്ധിച്ചത്. 97-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം. ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം ഏതാണെന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻ എ പ്രസിദ്ധി, ഓപ്ഷൻ ബി സുപ്രസിദ്ധി, ഓപ്ഷൻ സി അഭിവൃദ്ധി, ഓപ്ഷൻ ഡി കുപ്രസിദ്ധി. ഇത് പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്, സുപ്രസിദ്ധി അതെ നല്ലത് തന്നെയാണ്, അഭിവൃദ്ധി അതെ നല്ലത് എന്നുള്ളൊരർത്ഥം തന്നെയാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ദുഷ്കീർത്തിക്ക് അനുയോജ്യമായിട്ടുള്ള കുപ്രസിദ്ധി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 98-ാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണയായി എൻ്റെ സ്നേഹിതൻ ധരിക്കുന്നത് വെള്ള വസ്ത്രമാണ്, പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും. മുകളിൽ തന്നിരിക്കുന്ന വാക്യത്തിലെ ഘടകപദം ഏത്? ഓപ്ഷൻ എ ഇടയ്ക്ക്, ഓപ്ഷൻ ബി പക്ഷേ, ഓപ്ഷൻ സി വെള്ള വസ്ത്രമാണ്, ഓപ്ഷൻ ഡി മറ്റുള്ളവയും. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പക്ഷേ. 99-ാമത്തെ ക്വസ്റ്റ്യൻ. അഹമഹ മികയ പാവകജ്വാലക ലംബരത്തോളെ ഉയർന്നു ചെന്നുമുത. അഹമഹ മികയ എന്ന സവിശേഷ പ്രയോഗത്തിൻ്റെ ആശയം. ഓപ്ഷൻ എ ഞാൻ മുൻപേ ഞാൻ മുൻപേ, ഓപ്ഷൻ ബി അഹങ്കാരം തൊട്ടു തീണ്ടാത്ത, ഓപ്ഷൻ സി അതിയായ കഷ്ടപ്പാട്, ഓപ്ഷൻ ഡി അസംഭവ്യമായത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഞാൻ മുൻപേ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. 100-ാമത്തെ ക്വസ്റ്റ്യൻ. ഗുരു എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തതാണ്. ഓപ്ഷൻ എ ഉപാധ്യായൻ, ഓപ്ഷൻ ബി ഗുരുനാഥൻ, ഓപ്ഷൻ സി സതീർത്ഥ്യൻ, ഓപ്ഷൻ ഡി ആചാര്യൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സതീർത്ഥ്യൻ. സതീർത്ഥ്യൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്, ബാക്കിയെല്ലാം ഗുരു എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്.